ഇന്ന് നോക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ എന്നുള്ളതിനുള്ള കാർഡാണ് എടുക്കുന്നത്. കാർഡ് കൂടാതെ പെൻഡുലം കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ കിട്ടിയ കാർഡ് പ്രകാരം 9 ഓഫ് കപ്പ് എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സംതൃപ്തി, ആഘോഷം, അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു. അതുകൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാം നിറവേറി ആത്മസംതൃപ്തിയോടും ആഴത്തിലുള്ള സന്തോഷത്തോടും കൂടി സമാധാനത്തോടും കൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് ഈ കാർഡിനകത്ത് പറയാം. അതായത് ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മസംതൃപ്തിയോടെയുമുള്ള ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും, പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിലായാലും, ഫിനാൻഷ്യലി ആയിട്ട് മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, അതുകൂടാതെ കരിയറിന്റെ കാര്യത്തിൽ, അതുകൂടാതെ ബിസിനസ് ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കും എല്ലാം നല്ല സക്സസ് വരാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കാർഡ് വന്നു കഴിഞ്ഞാൽ പറയാം വിഷസ് കമ്മിങ് ട്രൂ എന്നാണ് ഈ കാർഡ് വന്നു കഴിഞ്ഞാൽ പറയാം. എന്ത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പോകുന്നു. അതുകൂടാതെ നിങ്ങൾക്ക് അബണ്ടൻസ് വരാൻ പോകുന്നു. അത് കൂടാതെ നല്ല സക്സസ്, നേട്ടങ്ങൾ, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം നല്ലൊരു സമയമായിട്ടാണ് ഈ കാർഡ് പറയുന്നത്. ഈ കാർഡ് ഒരു പോസിറ്റീവ് കാർഡാണ്, ഒരു യെസ് കാർഡാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹവും സാധിക്കും എന്നുള്ളതാണ് ഈ കാർഡ് പ്രകാരം നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ? ദി റൈറ്റ് ആൻസർ. എൻ്റെ വ്യൂവേഴ്സിന് മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ? യെസ്, സ്ട്രോങ് യെസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സ്ട്രോങ് യെസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.